ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ മക്രോണി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അതിനായിട്ട് ആദ്യം എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് മസാല തേച്ച് വെക്കുക. അതിനുശേഷം എണ്ണ ചൂടാക്കിയിട്ട് ഈ മസാല തേച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് ഹാർഡാവാതെ ഇത് വേഗം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, ഞാൻ 2 വലിയ സവാളാണ് കേട്ടോ ഇപ്പോൾ എടുത്തത്, അത് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങളടുത്ത് ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൽ ചേർക്കട്ടോ. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർക്കുക. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് ഇതിൻ്റെ ടേസ്റ്റ് കളയരുത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർക്കുക കേട്ടോ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അത് കട്ടായിട്ടിരിക്കും പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് ചൂടാവുമ്പോൾ ഒക്കെ ഓരോന്നായിട്ട് വിട്ട് കിട്ടും കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തും പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ. അത് അവസാനം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ കൂടി വിതറി കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ മക്രോണി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കിയത്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ ശരി.